+1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് SFIയും സമരത്തിനിറങ്ങിയതോടെ സർക്കാർ പ്രതിക്കൂട്ടിൽ. ഈ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥി സംഘടനകൾ നൽകിയ നിവേദനങ്ങൾ പരിഗണിച്ച് സംഘടനകളുമായി മന്ത്രി വി ശിവൻകുട്ടി ചർച്ച നടത്തുന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സെക്രട്ടേറിയറ്റ് അനക്സ് 2-ലാണ് ചർച്ച. വടക്കൻ കേരളത്തിൽ +1 സീറ്റിൽ ഗുരുതര പ്രതിസന്ധിയുണ്ട് എന്നും അലോട്ട്മെന്റുകൾ പൂർത്തിയായ ശേഷവും കുട്ടികൾക്ക് സീറ്റ് കിട്ടിയില്ല എങ്കിൽ സമരത്തിലേക്ക് കടക്കുമെന്നും SFI വ്യക്തമാക്കിയിരുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച മലപ്പുറം കളക്ടറേറ്റിലേക്ക് SFI മാർച്ച് നടത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ മന്ത്രിയുടെ വാദങ്ങൾ എല്ലാം പൊളിയുന്ന സാഹചര്യമുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയനും വിവാദങ്ങളിൽ അതൃപ്തനാണ്. ഈ സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന സന്ദേശം ശിവൻകുട്ടിക്ക് മുഖ്യമന്ത്രി നൽകിയെന്നാണ് സൂചനകൾ. CPM നേതൃത്വം വഴിയാണ് മന്ത്രിക്ക് നിർദ്ദേശമെത്തിയത്. ഇതുകൊണ്ടാണ് ചർച്ച. മലബാറിൽ ആവശ്യത്തിന് സീറ്റുണ്ട് എന്നും പ്രതിസന്ധിയില്ല എന്നുമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഷ്യം. OR കേളുവിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ രാജ്ഭവനിലേക്ക് പുറപ്പെട്ട മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ KSU പ്രവർത്തകർ കരിങ്കൊടി വീശിയിരുന്നു. 5 മിനിറ്റോളം മന്ത്രി സഞ്ചരിച്ച ഔദ്യോഗിക വാഹനത്തിന് നടുറോഡിൽ കിടക്കേണ്ടതായി വന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് നാളെ KSU സംസ്ഥാനത്തെ 100 കേന്ദ്രങ്ങളിൽ തെരുവ് ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് വിദ്യാർത്ഥി സംഘടനയായ MSFും നിരന്തര സമരത്തിലാണ്. ഇതിനെ മന്ത്രി രാഷ്ട്രീയ പ്രതിരോധമെന്ന വാക്കുകളിൽ നേരിട്ടു. ഇതിനിടെയാണ് SFIയും സമരം പ്രഖ്യാപിച്ചത്. ഇതോടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ വാദങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞെന്ന് പ്രതിപക്ഷം ആരോപിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ചർച്ചയടക്കമുള്ള പരിഹാര നടപടികളിലേക്ക് മന്ത്രിക്ക് കടക്കേണ്ടിയും വന്നു. സീറ്റ് പ്രതിസന്ധി നിലനിൽക്കെ സംസ്ഥാനത്ത് 1-ാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ ഇന്ന് ആരംഭിക്കുകയാണ്. 2076 സ്കൂളുകളിലാണ് ഇന്ന് +1 ക്ലാസുകൾ ആരംഭിക്കുന്നത്. മുഖ്യഘട്ടത്തിലെ അലോട്ട്മെന്റുകൾ പൂർത്തിയായപ്പോൾ ഏകദേശം 3.25 ലക്ഷം വിദ്യാർത്ഥികൾ സ്ഥിര പ്രവേശനം നേടി. 2 സപ്ലിമെന്ററി അലോട്ട്മെന്റുകളാണ് ഇനി ബാക്കിയുള്ളത്. പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോഴും സംസ്ഥാനത്തെവിടെയും സീറ്റ് പ്രതിസന്ധി ഇല്ല എന്ന നിലപാടാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. മലബാർ ജില്ലകളിൽ 80,000-ത്തിലധികം വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുമ്പോഴാണ് +1 ക്ലാസുകൾ ആരംഭിക്കുന്നത്. മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികൾ പോലും സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുകയാണ്. ഉയർന്ന മാർക്കോടെ വിജയിച്ചിട്ടും ക്ലാസുകൾ തുടങ്ങുന്ന ദിവസം ആശങ്കയോടെ നിൽക്കുകയാണ് മലബാറിലെ 83,133 വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും. മലപ്പുറം ജില്ലയിൽ മാത്രം 31,482 വിദ്യാർത്ഥികൾക്കാണ് സീറ്റ് ലഭിക്കാതിരിക്കുന്നത്. +1 അപേക്ഷിച്ച പാലക്കാട് ജില്ലയിലെ 17,399 കുട്ടികൾക്കും കോഴിക്കോട് ജില്ലയിലെ 1,600 വിദ്യാർത്ഥികളും നിരാശയിലാണ്. എന്തായാലും SFI കൂടി സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നാളെ നടക്കാൻ പോകുന്ന ചർച്ചയിൽ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും. അതേസമയം +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം കടുപ്പിച്ച് KSU കോഴിക്കോട് RDD ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ഉദ്യോഗസ്ഥരെ ഉള്ളിൽ പ്രവേശിപ്പിക്കാതെ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു.